ഈ പടികൾ കയറി തൊഴാൻ പോകുന്നത് ഒരു ബുദ്ധ ഭഗവാനെയാണ്. അതായത് ഇതൊരു ബുദ്ധക്ഷേത്രമാണെന്ന് അർത്ഥം. അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെ ബുദ്ധവിശ്വാസികൾ മാത്രമല്ല, ഹിന്ദു വിശ്വാസികളും അതേമാതിരി ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടി വരുന്ന ഒരു ബുദ്ധക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പേര് ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക് എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് പറയുക. ഈ ഒരു ബുദ്ധക്ഷേത്രത്തിന്റെ അതേ കോമ്പൗണ്ട്, അതായത് അതിനോട് തൊട്ട് തന്നെയാണ് ഇവിടെ സെന്റ് പോൾ ചർച്ച് എന്നിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പഴയ ഒരു ചർച്ച് കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കൽക്കട്ട ബിഷപ്പാണ് 1843 ഈ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത്. ഇത് 1853 മദ്രാസ് ബിഷപ്പാണ് ഈ പള്ളിയുടെ പണി അവസാനിപ്പിച്ചത്, അല്ലച്ച പൂർത്തീകരിച്ചതും പിന്നീട് അത് ജനങ്ങൾക്കായിട്ട് അല്ലച്ച ക്രിസ്ത്യൻ ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തതൊക്കെ മദ്രാസ് ബിഷപ്പാണ്. അന്നത്തെ സെൻറ്റ് പോൾ ബിഷപ്പാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ല കേട്ടോ, ഇതുള്ളത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളിയും അതിനോട് തൊട്ടതായിട്ട് തന്നെ ഈ ഒരു ബുദ്ധ മൊണാസ്ട്രി അല്ല ബുദ്ധ ടെമ്പിളൊക്കെ ഉള്ളത്. പിന്നീട് 1878 ഈ പള്ളി കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലൊക്കെ ചെയ്തിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള പള്ളി 1878 ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പള്ളിയിൽ കുർബാനയോ അല്ലാച്ച മറ്റു ഭക്തരെ ആരും കാണുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഇതൊക്കെ അടച്ചിട്ടേക്ക്, ആരും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ ടെമ്പിൾ ഓഫ് ടൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക് എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധക്ഷേത്രവും ബുദ്ധ മൊണാസ്ട്രികളൊക്കെ ഉള്ളത്. ഇതിനോട് തൊട്ടൊരൊറ്റ വേലിയുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് ഉള്ളത്. അതേസമയം ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് ഭക്തരൊക്കെ വരുന്നുണ്ട്. അതേമാതിരി ആ പള്ളിയുടെ ആ ചർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടുത്തെ വലിയൊരു സൈനിക കേന്ദ്രം ഉണ്ട്, ഒരു മിലിറ്ററി ക്യാമ്പോ എന്തൊക്കെയോ ഉണ്ടാകും. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ അടുത്ത് ആ പരിസരത്തേക്ക് ഒന്നും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങോട്ട് കയറ്റി വിടുക അല്ലെങ്കിൽ സന്ദർശിക്കാനൊന്നും അനുവദിക്കുന്നില്ല. ഇവിടേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക് എന്ന് പറഞ്ഞാൽ അതന്നെ ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഈ ബുദ്ധ മൊണാസ്ട്രികൾ, ബുദ്ധക്ഷേത്രങ്ങൾ. അതുമാത്രമല്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്, ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഒരു സരസ്വതി ക്ഷേത്രം കൂടി ഈ ഒരു ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. ഇത് എക്സാക്ട്ലി എവിടെയാണെന്ന് വെച്ചെങ്കിൽ കൊളംബോന്ന് ഏകദേശം ഒരു 115 കിലോമീറ്റർ അകലായിട്ട് കാൻഡി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ കാൻഡി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ ബാംഗ്ലൂരിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ എങ്ങനെ അതേമാതിരത്തെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാൻഡി. അവിടെയാണ് ഈ ഒരു ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ഷേത്രം അതിനോടടുത്തുള്ള ഈ സെൻറ്റ് പോൾ ചർച്ചൊക്കെ ഉള്ളത്. അതുമാത്രമല്ല ഈ കാൻഡിയിൽ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ ഊട്ടി അല്ലാച്ച കൊടൈക്കനാലൊക്കെ മാരത്തെ വളരെ മനോഹരമായിട്ടൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. നല്ല തണവും അതേമാതിരി ഫോഗും അതേമാതിരി മഞ്ഞുമഴ എന്ന് പറഞ്ഞാൽ ചാറൽ മഴകളൊക്കെ ആയിട്ട് വളരെ മനോഹരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അത് നുറാലിയ എന്ന് പറഞ്ഞാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു ബുദ്ധക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നേപ്പാളിലും സിക്കിമിലൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ ബുദ്ധക്ഷേത്രവും ഈ ഒരു ബുദ്ധക്ഷേത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ കാരണം ഒരുപാട് എന്താ പറയുക ഈ ലൈഫ് ചക്രങ്ങളും അല്ലാച്ചെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടെ ലൈഫ് ചക്രങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ ഹാളുകളും അതേമാതിരിയുള്ള സ്ഥലത്ത് ഇങ്ങനെ വിളക്ക് കത്തിക്കുക, കാൻഡിൽസ് കത്തിച്ച് വെച്ചിട്ടൊക്കെയുള്ള ഒരു വേറെ രീതിയാണ്. ആ സമയം നമ്മൾ നേപ്പാളിൽ അല്ലാച്ചെങ്കിൽ ഭൂട്ടാൻ, സിക്കിം അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു സിസ്റ്റത്തിലുള്ള ഒരു ബുദ്ധക്ഷേത്രം അല്ല ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയിൽ കൊളംബോയിൽ അല്ലെങ്കിൽ കൊളംബോൻ്റെ പരിസരങ്ങളിലും ഈ കാൻഡിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധ പ്രതിമകൾ കാണാം. റോഡ് സൈഡിലും റോഡിൻ്റെ നടുവിലൊക്കെ വളരെ വലിയ വലിയ ബുദ്ധ പ്രതിമകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ സമയം നമ്മൾ ശ്രീലങ്കയുടെ ജാഫ്ന അല്ല കിളിനോച്ചി എന്നൊക്കെ പറയുന്ന ആ ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും തമിഴ്നാട് മാതിരിയാണ്. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെയാണ്. അതായത് തമിഴ്നാട്ടിലെ കാണുന്ന സൈസ് കുത്തുപണികളോട് കൂടിയിട്ടുള്ള വലിയ ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും മൊത്തം ആൾക്കാരും തമിഴ് തന്നെയാണ് പറയും. പക്ഷേ ഈ ഒരു കാൻഡിയിലും അല്ല കൊളംബോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും സിംഹള ഭാഷയാണ് പറയുക. എന്ന് മാത്രമല്ല തമിഴ് പറയുന്ന ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നവരും മറക്കാതെ